ദിനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റിയായ ചെട്ടിനാട് ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഈ കറി ചോറ്, ചപ്പാത്തി, വീടൊക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഇനി ഈ കറിക്ക് വേണ്ടി തേങ്ങ വറുത്തെടുക്കണം. അതിനു വേണ്ടി ഒരു ഫ്രൈങ് പാൻ ചൂടാക്കി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർക്കാം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം, 1/2 ടീസ്പൂൺ ഉണക്കമല്ലി ചേർക്കാം, 1 ടീസ്പൂൺ കുരുമുളക് ചേർക്കാം, ഒരു ബേ ലീഫ് ചേർക്കാം. ഇനി ഇതിലേക്ക് ജാതിപത്രി ചേർക്കാം. ഇനി ഇതിലേക്ക് 3-4 കൽപ്പാസി ചേർക്കാം. ഇതിന് സ്റ്റോൺ ഫ്ലവർ എന്നും പറയും. ഈ ചെട്ടിനാട് ചിക്കൻ കറിയുടെ സ്പെഷ്യൽ ഫ്ലേവർ കൊടുക്കുന്നത് ഈ കൽപ്പാസിയാണ്. അതുകൊണ്ട് തീർച്ചയായും ഇത് ചേർക്കണം. ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. ഉണക്കമുളക് നിങ്ങളുടെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇനി കറിവേപ്പില ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ പകുതി വറവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 പിടി ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വറുത്തെടുക്കാം. ഇനി ഒരു ഏലക്കായും 2 കറിയാമ്പൂവും ചേർക്കാം. ഒരു ചെറിയ കഷ്ണം പട്ട ചേർക്കാം. ഇനി തേങ്ങ ബ്രൗൺ കളർ ആകുന്നതുവരെ വറുത്തെടുക്കാം. ഇപ്പോൾ തേങ്ങ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ഫ്രൈങ് പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ബേ ലീഫ് ഇട്ട് കൊടുക്കാം. 3 കറിയാമ്പു ചേർക്കാം. ഒരു ഏലക്കായ ചേർക്കാം. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇതിനി നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇതെല്ലാം കൂടി വീണ്ടും നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളി സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1/4 ടീസ്പൂൺ. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയ 1/2 കിലോ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതിനി 2-3 മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി ഈ ചിക്കനിലെ വെള്ളമെല്ലാം ഇറങ്ങി വരാൻ വേണ്ടി മൂടി വെച്ച് 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. ഇപ്പോൾ ഇതിലെ വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 പിടി മല്ലിച്ചപ്പ് ചെറുതാക്കി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതേ ജാറിൽ തന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒഴിക്കാം. ഇനി ഈ കറി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 പിടി മല്ലിച്ചപ്പ് ചെറുതാക്കി അരിഞ്ഞത് ചേർക്കാം. 2 പച്ചമുളക് നെടുകെ മുറിച്ചത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് സെർവ് ചെയ്യാം. വ്യത്യസ്തമായ രുചിയുള്ളൊരു ചിക്കൻ കറിയാണിത്. ഇത് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.